മക്കൾക്ക് ധൈര്യത്തോടു കൂടി ഈ ദൈവസന്നിധിയിൽ വന്നുകൊണ്ട് എൻ്റെ അപ്പ എന്ന് ധൈര്യമായിട്ടും സ്നേഹത്തോടെ വിളിക്കുവാനായിട്ടുമുള്ള സ്വാതന്ത്ര്യമാണ് യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയതിൽ അതിയായ സന്തോഷം. ലൈറ്റ് ടു ലൈറ്റൻ എന്ന് പറഞ്ഞിരിക്കുന്ന മർത്തോമ സ്റ്റഡി ഫോറത്തിൽ വളരെ നല്ല ആശയങ്ങൾ, പ്രത്യേകിച്ച് ആത്മായകർ ഒരുമിച്ച് വന്നു കൂടി വേദപുസ്തകം അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള ആശയങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെ ആ ഒരു പ്രസ്ഥാനത്തിന് വളരെയധികം ഒരു പ്രശസ്തി തന്നെ ഉണ്ട്. കാരണം അങ്ങനെയാണല്ലോ ദൈവശാസ്ത്രം വളർന്നു വരുന്നത്. നമ്മളുടെ ജീവിതവുമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള കാഴ്ചപ്പാടിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ഓരോ സാഹചര്യത്തിൽ കൂടി എങ്ങനെയാണ് ദൈവം നമ്മുടെ കയ്യിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, എങ്ങനെ നമ്മൾ കാണുമ്പോൾ അനുഭവപ്പെടുമ്പോൾ നമ്മൾക്ക് തിയോളജി എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആശയം വളർന്നു വരുന്നു. പ്രത്യേകിച്ച് ദൈവശാസ്ത്രത്തിൽ നമ്മൾക്ക് ആദിമസഭയിൽ തൊട്ടേ സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക് ആത്മായക്കാർക്ക് വളരെയധികം അതിനകത്തൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്നിരിക്കുന്ന വിഷയം ആരാധനയിൽ, അതുപോലെ തന്നെ ആരാധന അനുഷ്ഠാനങ്ങളും, അതുപോലെ തന്നെ പ്രവാചക ദൗത്യവും, ഇങ്ങനെയുള്ള ആശയത്തെക്കുറിച്ച് തമ്മിൽ ഇതിനെ എതിർപ്പായിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് ആക്കുന്ന ഒരു രീതി നമ്മളിപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു 16-ാം നൂറ്റാണ്ടിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഉദ്ഭവ കാലത്ത് ഇങ്ങനെ ഒരു ഓപ്പോസിഷൻ, ഒരു രണ്ട് കാറ്റഗറി ആയിട്ട് നിലനിർത്തുന്നത് പതിവായിരുന്നു. ആരാധന, അതിനോട് മറുവശത്ത് നിൽക്കുന്ന പ്രവചന ശബ്ദം, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അനുഷ്ഠാനങ്ങൾ കൊണ്ട് മരവിച്ചിരിക്കുന്ന ഒരു ആധ്യാത്മികതയ്ക്ക് എതിരായിട്ട് പ്രവചന ശബ്ദം അതിനെ നവീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് ആയിട്ട് നമ്മൾക്ക് അതിനെ കാണുന്നതായിട്ടുള്ള ഒരു പ്രവണത. ദൈവത്തെ കുറിച്ച് തന്നെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ദൈവം സകലത്തെയും സംയോജിപ്പിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഉയർപ്പിന്റെ കാലത്തെത്തിയപ്പോൾ യേശു ക്രിസ്തു ആത്മാവിനെയും ശരീരത്തെയും സ്വർഗത്തെയും ഭൂമിയെയും ജാതികളെയും വിജാതികളെയും ഇവർ അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓപ്പോസിഷൻ, ബൈനറി ഓപ്പോസിറ്റ്സ് നമ്മൾ ഇന്ന് തിയോളജിയിൽ നിന്നും ഏറെക്കുറെ മാറ്റിയിരിക്കുകയാണ്. കാരണം വേദശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഫോൾസ് ഓപ്പോസിഷൻ, തെറ്റായ ഒരു വേർതിരിവ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. കാരണം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് നോക്കുമ്പോഴത്തെ തന്നെ മോശയുടെ അടുക്കൽ കർത്താവ് സീനായി പഠിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിന്റെ 25-ാം അധ്യായത്തിലും തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിയമത്തിനോട് അനുബന്ധിച്ച് തന്നെ ആരാധനയുടെ സംവിധാനം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മോശയ്ക്ക് ദൈവം കൽപ്പിക്കുന്ന അങ്ങനെയാണല്ലോ, ഞാൻ പർവ്വതത്തിൽ നിന്നെ കാണിച്ചു തന്നിരിക്കുന്ന സകലത്തിന്റെയും മാതൃകയായിട്ട് നീ ചെയ്യുക ആരാധന എന്ന് പറയും. അതുകൊണ്ട് ഈ രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കുന്നത് ഒന്നും തന്നെ അത്രയും ശരിയല്ല എന്ന് നമുക്ക് ആദ്യമേ തന്നെ പ്രസ്താവിച്ചോളൂട്ടെ. അപ്പൊ ഈ ബൈനറി ഓപ്പോസിഷൻ, രണ്ട് എക്സ്ക്ലൂസീവ് കാറ്റഗറി ആയിട്ട് നമ്മൾ വേർതിരിക്കുന്ന ഒരു സമീപനം തന്നെ വേദശാസ്ത്രത്തിൽ നമുക്ക് ഒരു ശരിയായ അടിസ്ഥാനം കാണുന്നില്ല. പ്രവാചകന്മാരും ദേവാലയത്തിലെ അനുഷ്ഠാനങ്ങളും ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നല്ലോ ഒരു നവീകരണം നമുക്ക് എപ്പോഴും ഒരു മതത്തിൽ, ഒരു വിശ്വാസത്തിൽ ഉണ്ടാകുന്നത്. ഇത് രണ്ടിൻ്റെയും ആവശ്യമുണ്ട്. കാരണം ആരാധനയിൽ കൂടി ദൈവത്തെ അറിയുന്നതും അതുപോലെ തന്നെ അതിനെ നവീകരിച്ച് ഒരു മുരടിച്ച് പോകാതിരിക്കത്തക്കവണ്ണം നമ്മൾക്ക് നിത്യമായിട്ട് ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളിൽ കൂടി നമ്മൾക്ക് ഇതിനുമായിട്ട് പിന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ
നമുക്ക് തഴമ്പിച്ചു പോകുന്നതായിട്ടുള്ള രീതിയിൽ നിന്നും നമുക്ക് നമ്മളെ ശുദ്ധീകരിച്ച് നവീകരിച്ച് ആരാധനയാക്കി തീർക്കുന്നത് എപ്പോഴും ഒരു പ്രവചനത്തിന്റെ ഒരു ശക്തിയും കൂടിയായിരുന്നു. അപ്പം ഈ രണ്ടും ആവശ്യമാണ്. ഈ ആരാധനയിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം അതിനെ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ നവീകരിക്കുന്ന ഈ പ്രവചന ശബ്ദവും കൂടി ആകുന്നതായിട്ടുള്ള. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഈ ആരാധനയിൽ കൂടി ദൈവത്തെ അറിയുകയും കാലാകാലങ്ങളിൽ പ്രവചനം അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ കൂടി ആ ആരാധന ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ജനമായി തീരുവാൻ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു നവീകരണം, ഒരു ശുദ്ധീകരണം ആവശ്യമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന വിഷയത്തിൽ അനുഷ്ഠാനങ്ങളുടേതായിട്ടുള്ള ഒരു ആവശ്യവും പ്രവചനത്തിന്റെയും നമ്മൾ അതിനെ രണ്ടായിട്ട് വേർതിരിക്കാതെ ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ച് കൊണ്ടുപോകുവാൻ ഉള്ള ഒരു ആശയം നമ്മൾക്കുണ്ടാകണം. പ്രത്യേകിച്ചും നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ആരാധനയിൽ കൂടി മനുഷ്യർക്ക് വളർന്നു വരുവാനും ദൈവത്തെ അറിയുവാനും ഉള്ള ഒരു സംവിധാനം. ഏത് മതത്തിൻ്റെയും നമ്മൾക്ക് പ്രാരംഭ പടികൾ നമ്മൾ നോക്കുമ്പോൾ ബേസിക് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കർമ്മങ്ങളിൽ കൂടി, സിമ്പിൾസിൽ കൂടി, പ്രതീകങ്ങൾ കൂടി നമ്മൾക്ക് സമീപിച്ചാലേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു കുർബാന എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു നമസ്കാരം എടുക്കുവാണെങ്കിലും അതിനെ ആവർത്തിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ ഒരു തഴമ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. എല്ലാ ഞായറാഴ്ചയിലും കാണുന്നതായിട്ടുള്ള ആരാധന, എല്ലാ ദിവസവും നടത്തുന്നതായിട്ടുള്ള ശുശ്രൂഷകൾ, ഇത് കഴിയുമ്പോഴത്തേക്ക് ശ്രദ്ധ നമ്മൾ ഇതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു ഡൈനാമിസം, ഒരു കാരിസ്മ നമ്മൾക്ക് എപ്പോഴും അതിൽ കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ആരാധനയായി തീരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാധന സമൂഹത്തെ, വ്യക്തികളെ ഒക്കെയും ദൈവത്തോട് സമീപിക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ മക്കളുടെ കയ്യിൽ പറഞ്ഞിരിക്കുന്നത് ഈ ന്യായപ്രമാണം എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നു. അതിനാണ് ഞങ്ങൾ ഈ നിയമങ്ങളൊക്കെ തരുന്നത്, ടു നോ ഗോഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രക്രിയയിൽ ദൈവം ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിയമത്തിൻ്റെതായിട്ടുള്ള ഒരു മാർഗം, ബാഹ്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിന് അതിനെ ഒരു ശുദ്ധീകരണത്തിന്റെ സ്ഥിരമായിട്ടുള്ള സംവിധാനം അന്ത്യനാളിൽ ഞാൻ ചെയ്യും എന്നുള്ളതാണ്. I shall put my spirit in your heart. ഒന്ന് നമുക്ക് നോക്കുമ്പോൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 31 തൊട്ട് 31 വാക്യം തൊട്ട് 34 പറയുന്നത്, അന്ത്യനാളിൽ ഞാനൊരു എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തന്ന് കല്ലിലല്ല ഹൃദയങ്ങളിൽ എൻ്റെ നിയമങ്ങളെ ഞാൻ എഴുതിയിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ എസേക്കിയേൽ പ്രവാചകന്റെ 36 അധ്യായത്തിന്റെ 26 27 വാക്യങ്ങൾ ഏതാണ്ട് ഈ ആശയം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വളർച്ചയുടെ ഒരു ഉയർന്ന ഒരു ഘട്ടമാണ് അല്ലെങ്കിൽ ഒരു നിലവാരമാണ് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുക, അല്ലെങ്കിൽ കർത്താവിന്റെ വാക്യ ശമരിയക്കാരത്തിലേക്ക് പറയുന്ന ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളർച്ചയുടെ ഒരു ഭാഗമാണ് പലപ്പോഴും നമുക്ക് അനുഷ്ഠാനങ്ങൾ, നമ്മൾക്ക് കർമ്മങ്ങൾ, ആരാധന സംവിധാനങ്ങൾ, ഇവയൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച് അറിയുവാനും അതിനുപരിയായിട്ട് നമ്മൾക്ക് ദൈവത്തെ മനസ്സിലാക്കി ദൈവം നമ്മളുടെ ഒരു അനുഭവം ആക്കി തീർക്കാൻ, ആ അനുഭവത്തിലേക്ക് ആണ് എനിക്ക് വിരൽ ചൂണ്ടാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആരാധനയാണെങ്കിലും ശരി, പ്രവചന ശബ്ദമാണെങ്കിലും ശരി, ഇത് രണ്ടിലും ഇതിൻ്റെതായിട്ടുള്ള കുറവുകളുണ്ട്. നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ കരിസ്മാറ്റിക് മൂവ്മെന്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ എക്സസീവ് സ്പിരിച്വാലിറ്റി നമുക്ക് പോയി വളരെയധികം തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നത്. നോട്ട് ഓൾവേസ് is the charismatic movement a reformative experience. നമുക്ക് അതിനെക്കുറിച്ച് അതിൻ്റെതായിട്ടുള്ള ചില വിഷയങ്ങളുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നിലനിർത്തിക്കൊണ്ട് പോയിട്ട് ദൈവത്തിന്റെ ആരാധനയും അനുഭവവും നമ്മളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുമ്പോഴത്തേക്കാണ് രണ്ടിന്റെ ഈ ശുദ്ധീകരിച്ച് നവീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ആരാധനയിൽ നമ്മൾ സംബന്ധിച്ച് നമ്മൾക്ക് ദൈവത്തെ അടുക്കാൻ പറ്റുന്നത്. അപ്പോൾ
ക്രിസ്തീയ പാരമ്പര്യത്തിൽ നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയുടെ ചരിത്രത്തിൽ റഷ്യ മുഴുവനും ഓർത്തഡോക്സ് സഭ ആകുവാനുള്ള കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാധനയായിരുന്നു. ഇറ്റ് ഇസ് നോട്ട് പ്രീച്ചിങ്. അപ്പൊ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് ഈ ഡൈക്കോട്ടമി, ഈ വേർതിരിക്കുന്നത്, ഈ 14-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വേദപുസ്തകം നമ്മൾക്ക് പ്രിന്റഡ് ആയിട്ട് അച്ചടിച്ച് കിട്ടിയ സമയം തൊട്ടാണല്ലോ ഈ അക്ഷരത്തിൽ നമ്മൾക്ക് ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ഒരു ആധ്യാത്മികത രൂപം പ്രാപിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബൈബിളോളട്രി, നമുക്ക് വേദപുസ്തകത്തെ അതിൽ കവിയുന്നതായിട്ടുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു പ്രാധാന്യം കൊടുക്കുമ്പോഴത്തേക്കല്ലേ നമ്മളുടെ പ്രധാന ആശയത്തിൽ നിന്നും നമ്മൾ മാറിപ്പോകുന്നത്. കാരണം സർവ ഉപരി നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മൾക്ക് അതിനെ അച്ചടിച്ചിരിക്കുന്ന രൂപത്തിലല്ല, മനുഷ്യാവതാരം ചെയ്തിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ആ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് വചനമാണ്, ദൈവത്തിന്റെ വചനമാണ് ആദിയിൽ ഉണ്ടായിരുന്നത്. ആ വചനം നമ്മളുടെ മധ്യത്തിൽ വന്ന് സ്ഥിരതാമസം ചെയ്തു, നമ്മൾക്ക് പ്രകാശവും വെളിച്ചവും ഒക്കെ നമുക്ക് നൽകി. ആ ദൈവത്തെ അറിയുന്ന അനുഭവം നമ്മൾക്ക് കൈവരുത്തണം. അങ്ങനെ മാത്രമേ ഈ പ്രവാചകന്മാർ പറയുന്നത്, യേശയ്യാ ദീർഘദർശിയും അതുപോലെ തന്നെ എസെക്കിയേൽ ഒക്കെ പറയുന്നത് പോലെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കൽപ്പന എഴുതി വെച്ചിരിക്കുന്നത്. അതില്ലെങ്കിൽ നമ്മൾക്ക് ഇനിയും എന്തൊക്കെ നമ്മൾ ചെയ്താലും ശരി, ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ക്രിസ്തീയ അനുഭവം നമ്മൾക്ക് കൈവരുത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ വിദൂരസ്ഥനായിരിക്കുന്ന ദൈവത്തെ സമീപസ്ഥേക്ക് ആക്കി തീർക്കുക എന്നുള്ള പ്രധാന ആശയം നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ ആരാധനയിൽ, ദൈവ അനുഭവത്തിൽ. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നമ്മൾക്ക് ഓർത്തഡോക്സ് സഭയിലെ ഗാനങ്ങളും ഈ കഴിഞ്ഞ ആഴ്ചയിൽ കഴിയുന്നതായിട്ടുള്ളത് പറുദീസയിലേക്ക് നമ്മൾക്ക് വഴി തിരിച്ച് ഒരുക്കി തന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവ്. അപ്പം അങ്ങനെ നമ്മൾ ഈ വഴി ഒരുക്കി തന്ന പറുദീസയിലേക്ക് നമ്മൾ തിരിച്ചു വരണമെങ്കിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട അനുഭവം ഉണ്ടായിരുന്നു. ഈ പറുദീസയുടെ അനുഭവം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആദമിനും ഹവ്വായ്ക്കും ദൈവത്തിന്റെ ഒരു സാന്നിധ്യവും ദൈവത്തോടു കൂടിയുള്ള ഒരു ഫെലോഷിപ്പും, ഇത് പറുദീസയുടെ അനുഭവമാണ്. അത് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു നോക്കാനുള്ളത് ഈ ദൈവ അനുഭവമാണ്. ദൈവത്തോടു കൂടി വസിക്കുകയും ദൈവത്തോടു കൂടി നടക്കുകയും ദൈവവുമായിട്ടുള്ള സമ്പർക്കം. അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്, ആദമേ നീ എവിടെയാണ്? ദൈവത്തിൽ നിന്ന് മാറിപ്പോയപ്പോഴത്തേക്ക് ആ ഒരു വ്യത്യസ്ത സാഹചര്യം ദൈവത്തിന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് തിരിച്ച് പറുദീസയിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഈ അനുഭവം നമ്മൾക്കുണ്ടാകണം. എനിക്ക് ഇന്ന് പ്രധാനമായിട്ട് ഒന്ന് എടുത്തു പറയുവാനുള്ളത്, നമുക്ക് 2 ടെക്സ്റ്റ് ഉണ്ട് നമുക്ക് പ്രധാനമായിട്ട്. ഒന്ന്, ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു സ്വർഗസ്ഥനായ പിതാവേ എന്ന് പഠിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവാണോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. കർത്താവ് യേശുക്രിസ്തു അബ്ബ പിതാവേ എന്ന് പഠിപ്പിച്ചപ്പോൾ വിദൂരസ്ഥനായിരിക്കുന്ന ഒരു ദൈവത്തെയല്ല. കൊച്ചുകുട്ടികൾ അവരുടെ അപ്പനെ വളരെ വാത്സല്യത്തോടു കൂടി വിളിക്കുന്ന പദമായിരുന്നു അബ്ബ എന്ന്. ഇറ്റ് വാസ് ദി എക്സ്പ്രഷൻ ഓഫ് ദി എൻഡിയറിംഗ് കോൾ ഓഫ് എ ചൈൽഡ് ടു ഹിസ് ലവിംഗ് ഫാദർ. വിദൂരസ്ഥനായിരിക്കുന്ന ദൈവമല്ല, സ്വർഗസ്ഥനായ പിതാവെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഒരു മാറി നിൽക്കുന്ന ഒരു ദൈവത്തെ. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ജീസസ് ക്രൈസ്റ്റ് ടോട്ട്. ഹി വാസ് ടോക്കിംഗ് അബൌട്ട് എ ഗോഡ് who is immanent, who is very close to us. നമ്മുടെ ഈ മരുഭൂമിയിലെ പിതാക്കന്മാരെ പഠിപ്പിക്കുന്ന പോലെ നമ്മുടെ ഉള്ളിൽ നമുക്കുണ്ടാകുന്ന അനുഭവത്തിന്റെ ഒരു ഉച്ചാരണമാണ്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിലും അതുപോലെ റോമർക്ക് അബ്ബ പിതാവേ മക്കൾക്ക് ധൈര്യത്തോടു കൂടി ഈ ദൈവസന്നിധിയിൽ വന്നുകൊണ്ട് എൻ്റെ അപ്പ എന്ന് ധൈര്യമായിട്ടും സ്നേഹത്തോടെ വിളിക്കുവാനായിട്ടുമുള്ള സ്വാതന്ത്ര്യമാണ് യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ അനുഷ്ഠാനങ്ങൾ ആണെങ്കിലും ശരി, ഒരു പ്രവചനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾക്ക് ഓരോ തരത്തിൽ ശുദ്ധീകരണം ചെയ്ത് നൽകി, ഇത് രണ്ടിനെയും നയിച്ച് നമ്മളെ കൊണ്ടുവരേണ്ടത് ആ അനുഭവത്തിലേക്കാണ്. ഒരു വേദഭാഗം കൂടെ ഞാൻ ഇവിടെ ഒന്ന് സമർപ്പിച്ചു കൊള്ളട്ടെ.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. അപ്പൊ അവിടെ കർത്താവ് പറയുന്നിരിക്കുന്നത്, ഞാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ അത് പറയത്തില്ലായിരുന്നു. ഞാൻ പോകുന്നുവാണെങ്കിൽ എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ എൻ്റെ കൂടെ വസിക്കുവാൻ തക്കവണ്ണം ഞാൻ സ്ഥലം കരസ്ഥമാക്കുവാൻ അല്ലെങ്കിൽ ഒരുക്കുവാൻ പോകുന്നു. അപ്പൊ നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ചിന്തിക്കുന്നത്, ഇത് അനന്ത ഭാവിയിൽ കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത്തെ വരവോ അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ നമ്മൾക്ക് പ്രതിഫലമായിട്ട് തരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനെയല്ല നമുക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഇവിടെ ഒരു ഗ്രീക്കൊക്കെ വല്ലപ്പോഴും കലർത്തിക്കൊള്ളുകയാണ്. ഈ വാസസ്ഥലം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ മോണെ എന്നാണ്, വാസസ്ഥലം. അപ്പോൾ ഇതിന്റെ ആവർത്തനം ഒരു ഗ്രീക്ക് ഭാഷയിൽ സംസാരിക്കുകയും സാംസ്കാരികമായിട്ട് വളർന്നു വരികയും ചെയ്യുന്ന വ്യക്തിക്ക് പെട്ടെന്ന് പിടികിട്ടും. നമ്മൾക്ക് അല്പം ട്രാൻസ്ലേഷനൊക്കെ ആയതുകൊണ്ട്, ഭാഷാന്തരം ചെയ്തുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്നിരിക്കുന്നില്ല. ഈ പദം ഈ 14-ാം അധ്യായത്തിൽ ആവർത്തിക്കൊണ്ട് ഈ വിടവാങ്ങുന്ന യേശു ക്രിസ്തു 14-ാം അധ്യായത്തിന്റെ 23-ഉം 24-ഉം നമ്മൾ വായിക്കുവാണെങ്കിൽ ഇതേ പദം യോഹന്നാൻ ശ്ലീഹ വീണ്ടും ഉപയോഗിക്കുന്നു. എവിടെ? അവിടെ കർത്താവ് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ ആചരിക്കും, എൻ്റെ പിതാവും ഞാനും വന്ന് അവൻ്റെ കൂടെ ഞങ്ങളുടെ മോണെ, വാസസ്ഥലം ഞങ്ങൾ സ്ഥാപിക്കും. വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ വേറെ പദമാണ് ഉപയോഗിക്കുന്നത്, ഡ്വെല്ലിംഗ് പ്ലേസ് എന്നൊക്കെ. പക്ഷെ ഈ 14-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിൽ ഉപയോഗിക്കുന്ന അതേ പദമാണ് ഈ അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ. എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്നവനും എൻ്റെ കൽപ്പനകൾ ഞാനും എൻ്റെ പിതാവും വന്ന അവന്റെ ഹൃദയത്തിൽ ഞങ്ങളുടെ വാസസ്ഥലം സൃഷ്ടിക്കും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ വിദൂരസ്ഥനായ ദൈവമല്ല, നിങ്ങളുടെ കൂടെ വസിക്കുകയും എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ആശയം. ഒരു തരത്തിൽ പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ലോകാന്ത്യത്തോളം എന്ന് പറയുന്ന ആശയം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് അവതരിപ്പിച്ചു തരികയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് സർവപ്രധാനമായിട്ടും ഒരു ക്രിസ്തീയ അനുഭവം, ദൈവ അനുഭവം നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ, ഈ നിയമങ്ങൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിൽ കൂടി രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഭവത്തിലേക്ക് ഉണ്ടാകണം. എന്നാൽ മാത്രമേ അനുഷ്ഠാനങ്ങളായിത്തീരുകയുള്ളൂ. അർത്ഥശൂന്യമായിട്ടുള്ള കർപ്പങ്ങളല്ല, അതിൽ കൂടി മനുഷ്യൻ ദൈവത്തെ സമീപിക്കുവാൻ തക്കവണ്ണം, കുർബാനയാണെങ്കിലും നമസ്കാരം ആണെങ്കിലും ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടാണ് ആരാധനയും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പ്രസംഗങ്ങളാണെങ്കിലും ശരി, അവരുടേതായിട്ടുള്ള നവീകരിക്കുന്നതായിട്ടുള്ള വെല്ലുവിളികളും ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നത്. ഇന്നും അതിന് പ്രസക്തിയുണ്ട്. നമ്മൾക്ക് ആരാധന മാത്രമല്ല, പ്രസംഗവും ഉണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ ചേർത്തിട്ടാണല്ലോ ഇന്ന് ആരാധന, സിംഗിൾ വിശുദ്ധ കുർബാന നമ്മൾ കണക്കാക്കുന്നത് അല്ലെങ്കിൽ രൂപീകരിക്കുന്നത്. ഇത് രണ്ടും ഇല്ലാതെ പറ്റത്തില്ല. ദൈവവചനവും അതേ സമയത്ത് ആരാധനയും, ഇത് രണ്ടും കൂടി ഒരുമിച്ച് സംയോജിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെതായിട്ടുള്ള ആ അനുഭവം, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നൽവരം നമുക്ക് കൂടുതലായിട്ട് അനുവദിക്കാൻ. സോ യു നീഡ് ബോത്ത് ദി വർഷിപ്പ് ആൻഡ് ദി പ്രീച്ചിങ്. അപ്പം വേറെ ഒരു ഉദാഹരണം കൂടെ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഇനി തൊട്ടടുത്തുള്ള ആഴ്ചയിൽ നമ്മൾ വായിക്കാൻ പോവുകയാണ്. എമ്മായൂസിലേക്ക് 2 നമ്മളെ ശിഷ്യന്മാര് അവർ യാത്ര ചെയ്യുകയാണ്. കർത്താവ് അവരുടെ കൂടെ ചേർന്ന്, അവർക്ക് അത് മനസ്സിലായില്ല ആരാണ്. തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു ആയിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഈ ശാരീരികമായ കാഴ്ചയിൽ കൂടി അവർക്ക് മനസ്സിലായില്ല. അവർക്ക് കർത്താവ് കൂടെ നടന്ന് അവിടേക്ക് ആദ്യമേ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അർത്ഥം വെളിവാക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, മോശയും പ്രവാചകന്മാരും ഈ ക്രിസ്തുവിനെ കുറിച്ചാണ് സാക്ഷീകരിക്കുന്നത്. എന്നിട്ട് അവിടേക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ടാണ് അടുത്ത ഒരു കാര്യം,
അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അവിടെ കണ്ണുകൾ തുറന്നു, അവിടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അപ്രത്യക്ഷനായി. See, there is both worship and there is the word of God. ഇത് രണ്ടും കൂടി ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് അങ്ങനെ വേർതിരിക്കുകയല്ല, ഇതിനെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾക്ക് ഒരു അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് വരുമ്പം ക്രിസ്ത്യാനിറ്റി ഈസ് ആൻ എക്സ്പീരിയൻസ്, നോട്ട് എ കോഡ് ഓഫ് എത്തിക്സ്. നിയമങ്ങളെ ആചരിക്കുന്നതല്ല. കാരണം ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ മനസ്സിനെ നമ്മൾക്ക് സംഗ്രഹിച്ച് അങ്ങനെ ജീവിക്കുവാനായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. നമ്മൾക്ക് നോക്കുവാണെങ്കിൽ വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 8-ാം അധ്യായം നമ്മൾ ഇതിങ്ങനെ വായിക്കുവാണെങ്കിൽ അവിടെ നമ്മൾക്ക് ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ വരം നൽകുക എന്ന് മാത്രമല്ല, ആ പരിശുദ്ധാത്മാവിന്റെ വരം അനുസരിച്ച് യേശുക്രിസ്തുവിന്റെ മനസ്സിനെ എനിക്ക് ഗ്രഹിച്ചഴിഞ്ഞ് അതിനനുസരിച്ച് എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത ശൈലി എൻ്റെ ജീവിതത്തിൽ അവലംബിക്കാൻ. That is the responsibility. Not live by a set of codes. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാതിരിക്കരുത്. So there is a freedom of every believer in Jesus Christ given by the Holy Spirit. ഓരോ സാഹചര്യത്തിലും യേശുക്രിസ്തുവിന്റെ മനസ്സ് എന്താണെന്ന് ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ് ഈ യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ക്രിസ്ത്യൻസ് ആർ ഡിഫറെന്റ് എന്നുള്ള ആ ഒരു ആശയം നമുക്ക് അല്പം കൂടി വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഹൗ ആർ യു ഡിഫറെന്റ്? സോ വെൻ ദ സ്പിരിറ്റ് ഇസ് വിതിൻ യു, പരിശുദ്ധാത്മാവ് നമ്മൾക്കുണ്ടെങ്കിൽ നിയമങ്ങൾ ഇതൊക്കെ നമുക്ക് വളരുവാൻ ഒരു സഹായമാണ്. നമ്മൾ പലപ്പോഴും നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് പഠിപ്പിക്കുന്നത് ശബത്ത് മനുഷ്യന് വേണ്ടിയല്ല, നേരെ തിരിച്ചല്ല. ആൻഡ് ദാറ്റ് ഫ്രീഡം ടു എക്സ്പീരിയൻസ് വാട്ട് യുവർ ഫെയ്ത്ത് ഇസ് ആൻഡ് ടു ട്രാൻസ്ലേറ്റ് ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഇൻ ടു റിയാലിറ്റി. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ജീവിതം തന്നെ നമുക്ക് വ്യത്യാസപ്പെടാൻ സാധിക്കുന്നത്. Then it's not a question of worship or prophetic preaching. They are both combined because they are both necessary for me to understand the mind of Christ. അതുകൊണ്ടാണ് പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, I think I have the mind of Christ. I think I have the mind of Christ. നമ്മൾക്ക് ഓരോരുത്തർക്കും അബ്ബ പിതാവേ എന്ന് വിളിക്കുക മാത്രമല്ല, ഈ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത് പോലെ നമ്മൾക്ക് ഓരോ സാഹചര്യത്തിലും നമുക്കൊന്ന് ചിന്തിക്കണം, ഡു ഐ ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്? ഡിഫിക്കൽട്ട്, എളുപ്പമൊന്നുമല്ല. പല കാര്യങ്ങളും നമ്മൾക്ക് വളരെയധികം മല്ലിട്ട് യാബോക്ക് നദീതീരത്ത് വെച്ച് മാലാഖയുമായിട്ട് മത്സരിക്കുന്നത് പോലെ മത്സരിച്ചിട്ട് വേണം ചില കാര്യങ്ങൾ സമൂഹത്തിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും അതിനെ യാഥാർത്ഥ്യമാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ജീവിത യാത്രയിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആ സാന്നിധ്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നൽകുന്നതായിട്ടുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മൾക്ക് ഒരു ക്രിസ്തീയ ദൈവശാസ്ത്രം നമുക്ക് രൂപീകരിക്കാൻ സാധിക്കുന്നത്. ടു ഫോർമുലേറ്റ് ക്രിസ്ത്യൻ തിയോളജി. അത് അങ്ങനെയായിരുന്നു ആദിമ സഭപിതാക്കന്മാര് ദൈവശാസ്ത്രം അവർക്ക് രൂപം കൊടുത്തിരുന്നത്. Their experience of who God is, especially Jesus Christ and the Holy Spirit. ഇവിടെ എനിക്ക് പ്രത്യേകമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളോടുള്ള നിർദ്ദേശം, റോമർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിന്റെ 8-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുക. എത്രയധികമാണ് ഒരു ക്രിസ്ത്യാനിക്ക് പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം പ്രവർത്തിക്കുവാനായിട്ട്. There is no single ethical system. There is no simplified moral code. It is in the freedom that you have in Christ that you decide what is acceptable, what is not. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ കൂടി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ വൈവിധ്യം, the diversity in God,
അല്ലെ? നമ്മൾ ക്രിസ്തീയ സഭ തന്നെ ഒന്ന് എടുത്തു നോക്കിയേ, എന്തുമാത്രം വൈവിധ്യമാണ് ഉള്ളത്. ഏതെങ്കിലും ഒരു സഭ ഇല്ലാതിരിക്കണം എന്ന് നമ്മൾ ആരെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? It's that richness of God which is translated into the life of the believer. I don't have to judge anybody. എനിക്ക് ആരെയും വിധിക്കാനായിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കേണ്ട കാര്യമില്ല. Because he is also a brother, she is also a sister in Christ. എനിക്കത് അംഗീകരിക്കാൻ എനിക്ക് സാധിക്കണം. ദൈവസ്നേഹം അറിയുന്ന ഒരു വ്യക്തിക്ക് ആ കാഴ്ചപ്പാടുണ്ടാകുകയുള്ളൂ. That's important. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ പടിപടിയായിട്ട് കയറി വരുമ്പോഴത്തേക്കാണ് ആരാധനയാണോ അതോ പ്രവചന ശബ്ദമാണോ പ്രധാനപ്പെട്ടത്? Disappears. Because in Christ you have risen to that level of being in spirit with Jesus Christ. എന്തൊരു വ്യത്യാസമാണ്! നമുക്ക് ലോകത്തിലുള്ള എല്ലാത്തിനെയും വിധിക്കുന്നതിന് പകരം നമ്മൾ പരസ്പരം ഇതൊക്കെ ദൈവത്തിന്റെ മുഖങ്ങളാണ് എന്ന് കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എത്ര വ്യത്യാസമായിരിക്കും! ക്രിസ്തീയ സഭകൾ മാത്രമല്ല, വ്യക്തികളും സമൂഹങ്ങളും നമുക്ക് വ്യത്യാസപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. അതിലേക്ക് നമ്മൾക്ക് വളർന്നു വരുവാൻ ഈ ഒരു ജീവിതയാത്ര, കർത്താവിന്റെ അനുഭവം, ടു ഇന്റീരിയറൈസ് വാട്ട് ഇസ് ദി ഫെലോഷിപ്പ് ഓഫ് ദി ലവ് ഓഫ് ക്രൈസ്റ്റ് ഇൻ മൈ ലൈഫ്. സഭ പിതാക്കന്മാർ, പ്രത്യേകിച്ച് മരുഭൂമിയിലെ പിതാക്കന്മാര്, അവർക്ക് ഈ യേശുക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പുസ്തകത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതോ ആരാധനയിൽ ആയി മാത്രമായിട്ട് കാണുന്നത്. He is present always with them. അവരുടെ പ്രാർത്ഥനയിൽ അവർക്ക് കർത്താവുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നു. പരിശുദ്ധന്മാരും ശുദ്ധിമതികളും ഒക്കെ അവരുടെ ചുറ്റും നിൽക്കുന്നതായിട്ടും അവരുമായിട്ടുള്ള സംഭാഷണമാണ്. See, the whole perspective changes when you are in Christ and you become transformed to understand that in Jesus Christ the glories of the future is so rich that you can't describe. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് പറയുന്നത്, എനിക്കിത് വർണ്ണിക്കുവാൻ, ഇത് പറഞ്ഞു ബോധിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. So that's an experience of what the life in Christ should lead you to. ഒരു അനുഭവം ആയിട്ട് അങ്ങനെ തീരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ലൈഫ്, ജീവിതം തന്നെ നമുക്ക് ദൈവത്തിൽ തന്നെ കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ ഒരു ചെറിയ പർദീസ ഇവിടെ തന്നെ ഓരോരുത്തർക്കും സൃഷ്ടിക്കാൻ സാധിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് ഓർത്തഡോക്സ് ശീമ നമസ്കാരത്തിൽ വെള്ളിയാഴ്ചത്തെ ബോസിൽ പറയുന്നവൻ ഭൂമിയിലെ ശാപത്തിന്റെ മുള്ളുകളെ തന്റെ പാദസ്പർശനത്താൽ ചവിട്ടി മാറ്റി പർദീസയിലേക്കുള്ള വഴി നമുക്ക് ഒരുക്കി തന്നു. അതാണ് നമ്മുടെ ദൗത്യം. ഇത് തന്നെ കർത്താവ് പറയുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ആസ് ദ ഫാദർ ഹാസ് സെന്റ് മീ ഐ സെന്റ് യു. എപ്രകാരം എൻ്റെ പിതാവിനെ അയച്ചിരിക്കുന്നു അപ്രകാരം ഞാൻ നിങ്ങളെ അയക്കുന്നു. പ്ലൂറൽ. അതവിടെ ശിഷ്യന്മാരുടെ അടുക്കൽ പറയുന്നുണ്ടെങ്കിലും വേദപുസ്തകം വായിക്കുന്ന ഏവർക്കും അത് അവരോട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പറയുന്ന കർത്താവാണ്. എൻ്റെ സാക്ഷികളായിട്ട് നിങ്ങളെ ഞാൻ അയച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ that becomes the foundational aspect of a Christian's life, to interiorize the Holy Spirit and Jesus Christ. അങ്ങനെ വന്ന് നമ്മൾക്ക് ഈ കർത്താവ് പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ് അല്ലേ? ഉപ്പില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും രുചിയില്ലാതെ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നിട്ടത് പഠിപ്പിക്കുന്നത് ഈ അല്പം പുളിപ്പ് മാവിനകത്ത് വെക്കുന്നത് പോലെ. അതുകൊണ്ടായിരിക്കണം മഹാത്മാഗാന്ധി ഒരു പ്രാവശ്യം അഭിപ്രായപ്പെട്ടത്, ഇഫ് ഓൾ ക്രിസ്ത്യൻസ് കുഡ് ലിവ് ആസ് ക്രൈസ്റ്റ്, ദ വേൾഡ് വുഡ് ബി ട്രാൻസ്ഫോംഡ് ഇൻ 24 hours. അന്യമതസ്ഥനായിരിക്കുന്ന ഒരു യേശുവിലുള്ള കാഴ്ചപ്പാടിൽ അദ്ദേഹം പറഞ്ഞു, ഇഫ് എവ്രി ക്രിസ്ത്യൻ കുഡ് ലിവ് ആസ് ക്രൈസ്റ്റ്, ദ വേൾഡ് വുഡ് ബി ട്രാൻസ്ഫോംഡ് ഇൻ 24 hours. എന്തൊരു വലിയ ഒരു വെല്ലുവിളിയാണ്. 12 പേരെ കൊണ്ട് കർത്താവ് ദൈവം ഒരു വലിയ വിപ്ലവം നമ്മൾക്ക് സൃഷ്ടിച്ചു തന്നു.
ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസ സമൂഹമാണ് ക്രിസ്തുമതം. പക്ഷേ ക്രിസ്തുമതത്തിന്റെ ആ പുളിപ്പ് ഇന്നും ലോകത്തെ മുഴുവനും വ്യത്യാസപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. ആൻഡ് ഹിയർ ഇസ് വേർ റാംസി മൈക്കിൾസ്, അദ്ദേഹം ഒരു സമയത്ത് കാന്റർബറിയിലെ ആർച്ച് ബിഷപ്പ്, ക്രിസ്ത്യാനിറ്റി ഈസ് ദ ഗ്രേറ്റസ്റ്റ് റെവല്യൂഷൻ ബിക്കോസ് ഇറ്റ് preaches a revolution in the hearts of the believers. ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും കുടുംബങ്ങളിൽ ആണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സഭയിലും ഇത് വ്യത്യാസപ്പെടുത്തി നമുക്ക് ലോകത്തിൻ്റെ ഈ വെളിച്ചമായി തീരാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ ഈ ഒരു സമർപ്പണം ഇവിടെ ഒന്ന് പര്യവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന എൻ്റെ ആശയങ്ങളുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തുവാൻ തക്കവണ്ണം തന്ന വേദിക്ക് വേണ്ടി എല്ലാവരോടും എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ ക്ഷമയോട് ഈ ഒരു അരമണിക്കൂറോളം കൂടുതലായിട്ട് നിങ്ങൾ കേട്ടിരുന്നു. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ പ്രഭാഷണം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്.